അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊഹസീവ് ഫോഴ്സും അഡിസീവ് ഫോഴ്സാണ് പഠിച്ചത്. കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരേ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണെന്ത് കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഡിസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള സബ്സ്റ്റൻസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വാട്ടർ മോളിക്യൂൾസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ സൈഡ്സ് ഓഫ് വെസൽസ്? ഏതൊക്കെ തരം ഫോഴ്സുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നു വരുന്നത്? ഇവിടെ നോക്കൂ, കണ്ടില്ലേ ഈ വാട്ടർ മോളിക്യൂൾസ് എന്താണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു ടിന്നിലെ വാട്ടർ മോളിക്യൂൾസിനെ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഇവിടെ അങ്ങനെ ഒട്ടിപ്പിടിച്ചാണ് അല്ലേ? ഈ കണ്ടെയ്നറിന്റെ ഈ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ എന്താണ് വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതേതാണ് ഫോഴ്സ് എന്ന്. അപ്പൊ ഡിഫറെന്റ് മോളിക്യൂൾസ് അല്ലേ വാട്ടർ മോളിക്യൂൾസും, അതുപോലെ എന്താണ് ഇവിടെ ആ വെസൽ എന്താണ് ഡിഫറെന്റ് ആണ്, രണ്ട് മോളിക്യൂൾസും ഡിഫറെന്റ് ആണ്. അപ്പൊ ഏതാണ്? അഡിസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓൺ ദ വാട്ടർ സർഫേസ്? എന്താണ് മോളിക്യൂൾസും വാട്ടർ സർഫേസിലുള്ള മോളിക്യൂൾസും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ എന്താണ്? അത് കൊഹസീവ് ഫോഴ്സ് ആണ്. കാരണം എന്താ? വാട്ടർ മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? കൊഹസീവ് ഫോഴ്സ് ആണത്. ഓക്കെ, കൊഹസീവ് ഫോഴ്സ് ആണെന്ന് പറയാം. അത് കൊഹസീവ് ഫോഴ്സ് ആണ് ഇവിടെ കേട്ടോ. Then why did the molecules of water in contact with the side of the vessel rise slightly higher than the others? Okay, എന്തുകൊണ്ടാണ് നമ്മളിപ്പോ കുറച്ച് വെള്ളം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുകളിലേക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ തോന്നൂലേ? സ്ട്രോക്ക് നമ്മൾ ജ്യൂസ് ഇട്ടിട്ട് സ്ട്രോ കുടിക്കുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചിങ്ങനെ മുകളിലേക്ക് തള്ളിയിരിക്കുന്നത്. എന്താണ് അവിടെ എന്ത് കൂടുതലാണ്? അഡിസീവ് ഫോഴ്സ് കൂടുതലാണ്. അതാണ് ഇങ്ങനെ മുകളിലേക്ക് പൊന്തിക്കുന്നത്. ഓക്കെ, കൊഹസീവ് ഫോഴ്സ് കുറവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എഴുതാം അഡിസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓഫ് കൊഹസീവ് ഫോഴ്സ്. ഓക്കെ, അഡിസീവ് ഫോഴ്സ് ആണ് ഇവിടെ കൂടുതൽ, ആരെക്കാളും? കൊഹസീവ് ഫോഴ്സിനേക്കാളും കൂടുതൽ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ adhesive force. ഇവിടെ നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ വെള്ളം ഇങ്ങനെ കുറച്ച് സൈഡിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നത് കണ്ടില്ലേ? ഈ കണ്ടെയ്നറും ഇങ്ങനെ പറ്റി പിടിച്ചിങ്ങാണ്ട് കയറിയിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാട്ടർ മോളിക്യൂൾസുകൾ തമ്മിലുള്ള എന്താണ് കൊഹസീവ് ഫോഴ്സ് ആണ്. അത് ഇവിടെ കുറവാണ്. പിന്നെ എന്താണ് ഇവിടെ കൂടുതൽ? ഈ വാട്ടർ മോളിക്യൂൾസും കണ്ടെയ്നറും തമ്മിൽ മുട്ടിക്കുന്നതാണ് ഇവിടെ കൂടുതൽ ഫോഴ്സ്. അത് ഏത് ഫോഴ്സ് ആണ് ഇവിടെ? അഡിസീവ് ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്തുണ്ടാവുന്നത്? ഈ വെസലിൽ എന്താണ് കൂടുതലായിട്ട് ഇങ്ങനെ വെള്ളം കയറി പറ്റി പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ഓക്കെ, what will be the direction of resultant force on a molecules in water surface? Okay, വാട്ടർ സർഫേസിൽ ഏതൊക്കെ ഡയറക്ഷനിലാണ് മോളിക്യൂൾസിന്റെ അട്രാക്ഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ എ മോളിക്യൂൾ ഇൻ വാട്ടർ സർഫേസ്? വാട്ടർ സർഫേസിലുള്ള മോളിക്യൂൾസിന്റെ ഇവിടെ നോക്കൂ,
ഇവിടെ നോക്കുക, ഇത് വാട്ടർ സർഫേസിലുള്ള മോളിക്യൂൾസ് ആണ്. അപ്പോൾ രണ്ട് സൈഡിലേക്കുണ്ട്. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ടു സൈഡ്സ് ആൻഡ് ബിലോ ഓഫ് ദാറ്റ് മോളിക്യൂൾസ്. ടു സൈഡിലേക്കും താഴേക്കുമാണ് എന്ത്, രണ്ട് സൈഡിലേക്കും താഴേക്കുമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ടു സൈഡ്സ് ആൻഡ് ബിലോ ഓഫ് ദ മോളിക്യൂൾസ് എന്നും കൂടെ എഴുതാം, കുഴപ്പമില്ല. ഓക്കെ. And what is the reason for the water surface to behave like an elastic membrane? എന്താണ്, സർഫേസ് ടെൻഷൻ കാരണമാണ്. ഓക്കെ. കൊഹസീവ് ഫോഴ്സ് കൂടിയത് കൊണ്ടാണ് എന്ത് അവിടെ, കൊഹസീവ് ഫോഴ്സ് കൂടിയത് കൊണ്ടാണ് എന്ത് പറയുന്നത്, അവിടെ എന്ത് കൂടുതൽ, ബിഹേവ് ലൈക്ക്. ആൻഡ് അവിടെ അപ്പൊ നമുക്ക് ഇതിന് ആൻസർ ആയിട്ട് എന്ത് എഴുതാം, ഇതിന്റെ ആൻസർ എന്താണ്, the force acting on two sides and below of the molecules. Okay. Then what is the reason for the water surface to behave like an elastic membrane? എന്തുകൊണ്ടാണ് വാട്ടർ സർഫസിൽ ഒരു ഇലാസ്റ്റിക് ആയിട്ട് നിൽക്കാൻ കാരണം, ഇലാസ്റ്റിക് മെമ്പർ ആയിട്ട് രൂപപ്പെടാൻ കാരണം എന്താണ്, അവിടെ കൊഹസീവ് ഫോഴ്സ് ആണ് കൂടുതൽ. ആ ഫോഴ്സുകൾ കാരണം എന്താണ്, വാട്ടർ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ water molecules due to cohesive force. Okay. എന്താണ്, what is the reason for water surface behave like membrane? എന്താണ് അതിന്റെ ആൻസർ എഴുതുക നമ്മൾ, it is due to the cohesive force of, it is due to ഇങ്ങനെ എഴുതിയാൽ മതി അതിന്റെ ആൻസർ, the attraction between water molecules, the mutual attraction between water molecules and cohesive force is higher than in that water. Okay. Which attractive force between the molecules is responsible for the surface tension that causes water surface behave like a membrane? Surface tension എന്തുകൊണ്ട് കാരണം മാത്രമാണ്, the surface tension is due to the cohesive force between molecules on the surface of the liquid. ഇതിന്റെയും ആൻസർ അങ്ങനെ എഴുതട്ടോ, എന്ത് എഴുതുക, the surface tension due to the cohesive force, and it is due to the cohesive force between molecules on the surface of the liquid. ഇതിന്റെ ആൻസർ എന്ത് എഴുതുക, ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതിക്കോളൂ, it is due to the cohesive force between the molecules on the surface of the liquid എന്ന് എഴുതുക. ഇതിന്റെ എന്ത് എഴുതുക, ഇതിന്റെ ഇതന്നെ ആൻസർ. ഓക്കെ. അപ്പൊ നമ്മള് കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഒന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെ നോക്കി, ഇവിടെ 3 വെസലില്ലേ, ഒന്നാമത്തെ നല്ല തടിയുള്ളത്, രണ്ടാമത്തെ എന്താണ്, നമുക്കൊന്ന് സേവ് ചെയ്യാം, എന്നിട്ട് വലുതാക്കി കാണിച്ചു തരാം. ഇവിടെ 3 എന്തുണ്ട്, 3 വെസലുണ്ട് അല്ലേ, 1 2 3. ഓക്കെ, ഇവിടെ 3 വെസലുണ്ട്, 1 2 3.
നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? Capillarity rise occur when the adhesive force is greater than the cohesive force. Okay, capillarity rise. Okay, capillarity rise എന്ന് പറഞ്ഞാൽ എന്താ? capillarity rise നെയാണ് എന്ത് പറയുന്നത്? നമ്മളിവിടെ ഈ മൂന്നാമത്തെ ഫിഗറിലാണ് എന്താ capillarity rise മൂന്നിലുണ്ട് എന്താണ് capillarity rise ആണ്. ഓക്കെ, മൂന്നിലും എന്തുണ്ട്? capillarity rise ഉണ്ട്. ഓക്കെ, ഇതെടുക്കാം. ഇവിടെ നോക്കൂ, ഇതില് ഏറ്റവും ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഏതാണ്? ഇവിടെ capillarity rise ഏതാ? H2O ആണ് എന്ത് ചെയ്ത് capillarity rise. ഇവിടെ ഏത് ഫോഴ്സ് ആണ് അപ്പൊ കൂടുതൽ? capillarity rise വേണമെങ്കിൽ ആരാണ് കൂടുതൽ വേണ്ടത്? capillarity rise is occur when the adhesive force is greater than cohesive force. adhesive force ആണ് എന്ത് ചെയ്തത് ഇവിടെ capillarity rise ന് വേണ്ടത്. കാരണം എന്താ? adhesive force പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് മോളിക്യൂൾസുകളും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? ഇവിടെ വാട്ടർ മോളിക്യൂൾസ് ആണ്, കണ്ടെയ്നറിൽ എന്താണ് വേറെ മോളിക്യൂൾസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് കൂടുതലുള്ളത്? അഡ്ഹസീവ് ഫോഴ്സ് ആണ് എന്ത് ഇവിടെ കൂടുതലുള്ളത്. അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലുണ്ടായതുകൊണ്ടാണ് H2O എന്ത് ചെയ്യുന്നത് മുകളിലേക്ക് പൊങ്ങിക്കുന്നത്. ഇനി ഇവിടെ എന്താണ്? ഓക്കെ, മനസ്സിലായി? ഇത് മെർക്കുറി ആണ്. ഓക്കെ, ഇത് മെർക്കുറി എന്താണ്? ഇവിടെ അഡ്ഹസീവ് ഫോഴ്സ് അല്ല കൂടുതൽ, ഇവിടെ കോഹസീവ് ഫോഴ്സ് ആണ് കൂടുതൽ. ഓക്കെ, ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് വെൻ കോഹസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ adhesive force, capillarity depression will take place. ഇവിടെ capillarity depression ആണ് ഇതിൽ കാണുന്നത്. ഓക്കെ, capillarity depression ആണ് ഈ മെർക്കുറിയിൽ കാണുന്നത്. കാരണം എന്താണ്? ഈ മെർക്കുറിന്റെ കേസിൽ capillarity depression ആണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ cohesive force ആണ് കൂടുതൽ. ഇവിടെ capillarity rise കൂടണമെങ്കിൽ ആര് കൂടണം? adhesive force കൂടണം. capillarity depression കൂടണമെങ്കിൽ മീൻസ് താഴ്ന്നു പോകണമെങ്കിൽ എന്ത് കൂടണം? അവിടെ cohesive force ആണ് കൂടുതൽ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. capillarity rise occur when the adhesive force is greater than cohesive force. എന്താ പറയാ? when the cohesive force is greater than adhesive force, എന്താണ്? capillarity depression will take place. ഓക്കെ, capillarity rise എന്താണെന്ന് മനസ്സിലായോ? capillarity rise ആണ് ഈ വെള്ളം അങ്ങനെ പൊന്തി നിൽക്കുന്നതാണ് എന്ത് പറയാ? അപ്പൊ നമ്മളൊരു ജ്യൂസിന്റെ ഒരു കണ്ടെയ്നർ ആണ് വിചാരിച്ചോ. ആ ജ്യൂസിലേക്ക് ഞാനൊരു സ്ട്രോ ഇട്ട് കഴിഞ്ഞാൽ ജ്യൂസ് എന്ത് ചെയ്യും? കുറച്ച് ഇങ്ങനെ സ്ട്രോന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പൊങ്ങി വരും അല്ലെ? കുറച്ചിങ്ങോട്ട് മുകളിലേക്ക് നിൽക്കും. അതാണ് capillarity rise. ഞാനൊരു സ്ട്രോ ഇട്ടു വേറൊരു ഇതില്, പക്ഷെ എനിക്ക് എന്താ കാണുന്നത്? ആ സ്ട്രോ ഇങ്ങനെ എന്താണ് സ്ട്രോയിൽ ഇങ്ങനെ ജ്യൂസ് താന്ന് നിൽക്കുന്നതിന് പോലെ തോന്നുക. ഇപ്പൊ ഗ്ലാസ്സിൽ ജ്യൂസ് ഇത്ര ഉണ്ടാവും, പക്ഷെ എന്താണ് ആ ജ്യൂസ് എന്താണ് ആ സ്ട്രോയിലൂടെ താന്ന് ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് തോന്നുക. ഇതാണെന്ത്? capillarity depression. അപ്പൊ ഈ capillarity റേസ് ഉണ്ടാവാൻ എന്താണ് കൂടുതൽ വേണ്ടത്? adhesive force ആണ് കൂടുതൽ വേണ്ടത്. capillarity depression ഉണ്ടാകാൻ ആരാണ് കൂടുതൽ വേണ്ടത്? cohesive force ആണ് ഇവിടെ കൂടുതലായിട്ട് വേണ്ടത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിവിടെ 3 ക്വസ്റ്റ്യനുകൾ കൊടുത്തിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു കബോർഡ് എടുത്തിട്ടുണ്ട്. മീൻസ് 3 കബോർഡ് എടുത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ 3 ഡയമീറ്റർ, ഇതിന്റെ ഡയമീറ്റർ എന്താണ്? ഇത് 2 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ എന്ന് വിചാരിക്കാം ഡിസ്റ്റൻസ്. ഇത് എത്ര ആയിരിക്കും? അപ്പോ 2 സെന്റിമീറ്റർ. അപ്പൊ ഇത് എത്രയാവും? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇങ്ങനെ ഇതിന്റെ ഗ്യാപ്പിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1 സെന്റിമീറ്റർ.
ഇതിൽ ഏറ്റവും ഡയമീറ്റർ കൂടിയത് ആരാണ്? ഒന്നാമത്താണ് ഏറ്റവും ഡയമീറ്റർ കൂടിയത്. ഓക്കെ, ഇതിൽ ഏറ്റവും കാപ്പിലാരിറ്റി റൈസ് ഉള്ളത് ആർക്കാണ്? മൂന്നാമത്തേതിനാണ് റൈസ് ഉള്ളത്. ഡയമീറ്റർ കൂടിയപ്പോ ഇവിടെ 3 ഫിഗർ ഉണ്ട് അല്ലെ. ആദ്യം ഒന്നുകൂടെ നോക്കാം. 1 2 3. 1 2 3. ഇവിടെ കാപ്പിലാരിറ്റി റൈസ് ഡയമീറ്റർ കൂടിയത് ആർക്കാണ്? 1-നാണ്. പിന്നെ അതിലും കുറഞ്ഞത് 2, അതിൽ ഏറ്റവും കുറഞ്ഞത് 3. ഇനി ഡയമീറ്റർ കൂടിയതിനാണോ കാപ്പിലാരിറ്റി റൈസ് കൂടുതൽ? ഡയമീറ്റർ കുറഞ്ഞതിനാണോ കാപ്പിലാരിറ്റി റൈസ് കൂടിയത്? മീൻസ് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് കൂടുതലായിട്ട് കൊണ്ടിരിക്കുന്നത് ഏതിലാണ്? ഏറ്റവും കാപ്പിലാരിറ്റി റൈസ് ഏറ്റവും കുറഞ്ഞതിലാണ്. മീൻസ് കാപ്പിലാരിറ്റി റൈസ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഡയമീറ്റർ കുറഞ്ഞതിലാണ്. ഓക്കെ, അവിടെ ചോദിക്കാണ് ഇൻ വിച്ച് the capillarity is greater? In the tube of smaller in the tube of smaller or greater diameter. Okay, smaller ആണ് കേട്ടോ. In the tube of smaller ഏറ്റവും capillarity rise ഉള്ളത്. Okay, in which is the capillarity rise lower? ഏതിലാണ്? larger diameter ആണ് ആൻസർ കേട്ടോ. ഓക്കെ, then അതൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതണം ഞാൻ പറയുന്നത്. then next, how is the diameter of the tube is related to capillarity rise? ഓക്കെ, എങ്ങനെയാണ് capillarity rise ഡയമീറ്ററുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് എഴുതാമെന്ത്? when diameter of the tube decreases, the weight of the liquid is contained also decreases. ഓക്കെ, അപ്പൊ നമ്മള് ഡയമീറ്റർ, ഒരു ട്യൂബിന്റെ ഡയമീറ്റർ ഇല്ലേ, ഡയമീറ്റർ ഓഫ് ദ ട്യൂബ് ഈസ് ഡിക്രീസസ്. ഒരു ട്യൂബിന്റെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ ആൾസോ ഡിക്രീസസ്. ഓക്കെ, അതിനുള്ളിൽ ഉൾക്കൊള്ളാവുന്ന ലിക്വിഡിന്റെ വെയിറ്റും എന്ത് ചെയ്യും? കുറയും. then weight of the liquid in the tube is supported by the adhesive force. adhesive force ആണ് എന്ത് ചെയ്യുക? അവിടെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യും. this force depends upon the liquid and nature of the surface come into contact. the adhesive force with the tube is greater than coercive force liquid, so liquid is able to rise. capillarity rise increases with the decrease in diameter. This is reason for capillarity rise liquids such as water, but is opposite weight liquid inside a tube. liquid ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചുരുക്കി പറഞ്ഞുതരാം. ഇവിടെ ഇതിൽ ഏറ്റവും കൂടുതൽ capillarity rise ഏതിനാണ്? capillarity rise ഏതിനാണ്? മൂന്നാമത്തേതിനാണ് അല്ലെ. ഇവിടെ ഡയമീറ്റർ കുറവാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, ഈ ഒന്നാമത്തതിലാണോ രണ്ടാമത്തതിലാണോ മൂന്നാമത്തതിലാണോ ഇവിടെ ഈ കയറി നിൽക്കുന്ന വെള്ളത്തിന്റെ വെയിറ്റ് കൂടുതൽ? ആർക്കാണ്? ഇതിനായിരിക്കും. ഇതിപ്പോ ഒരു 100 ഗ്രാമാന്ന് വിചാരിച്ചു. ഇതായിരിക്കും എത്രയായിരിക്കും? 50 ഗ്രാം. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇത് എത്ര ഗ്രാമാ? 25 ഗ്രാം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡയമീറ്റർ കുറയുന്തോറും എന്താണ് സംഭവിക്കുക? അതിന്റെ ഉള്ളിലൂടെ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവിന്റെ വെയിറ്റ് എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ട് അവിടെ എന്ത് കൂടും? ഇപ്പോ ഇവിടെ അതിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവിടെ പറയുകയാണെന്ത്? capillarity rise ഏറ്റവും കൂടുതൽ ഡയമീറ്റർ കുറഞ്ഞുകൊണ്ടാണ്. ഡയമീറ്റർ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. അതിന്റെ വെയിറ്റ് കുറയും. അതിന്റെ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോഴ്സ് ആണ് ഇവിടെ കൂടുക? അഡ്ഹസീവ് ഫോഴ്സ് ആണ് എന്ത് കൂടുക? ഇവിടെ കൂടുക. ഓക്കെ, അഡ്ഹസീവ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക? ഇവിടെ അധികവും കൂടുക. ഇവിടെ കൂടുകാരാണ് അഡ്ഹസീവ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക? ഇവിടെ കൂടുക. ഓക്കെ, അങ്ങനെ അഡ്ഹസീവ് ഫോഴ്സ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ capillarity rise എന്ത് ചെയ്യും? അഡ്ഹസീവ് ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ആരാണ് കൂടുക?
നമ്മൾ പഠിച്ചിട്ടുണ്ട് capillarity rise occur when the adhesive force is greater than. adhesive force greater ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്ത് കൂടുന്നത്, capillarity rise കൂടുന്നത് എന്ന് പറയുന്നത്. capillarity rise എവിടെ കൂടുക, ഈ കുറഞ്ഞതിലാണ് കൂടുക. ഓക്കെ, ഇങ്ങനെ പഠിച്ചാൽ മതി. capillarity rise എന്ത് ചെയ്യുക, ഈ മൂന്നാമത്തേലാണ് കൂടുക. ഡയമീറ്റർ കുറയുമ്പോൾ എന്ത് ചെയ്യും, capillarity rise കൂടും എന്നുള്ളത് മാത്രം പഠിച്ചു വെക്കുക. ഡയമീറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിന്റെ വെയിറ്റ് കുറയും. അങ്ങനെ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അഡിസീവ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക, അവിടെ കൂടുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു തന്നു, അത് നിങ്ങൾ എഴുതുക. How is the diameter of the tube related to capillarity rise? എന്താണ് ഇത്? If the diameter of is increases, the capillarity will decreases എന്ന് എഴുതിയാൽ മതി. If the diameter is increases, the capillarity will decrease എന്ന് ആൻസർ ഇതിന്റെ എഴുതുക. ഓക്കെ, എന്നിട്ട് ഇതും കൂടെ അതിൽ എഴുതി വെക്കണം കേട്ടോ. ഇത് വന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഇത് തൊട്ടിട്ട് എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് ഇതുവരെ എഴുതി വെക്കണം. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ചുരുക്കി പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത് വിസ്കസ് ഫോഴ്സ് ആണ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തു, ഒരു ചെറിയൊരു തട്ടെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അതില് ഞാൻ ആദ്യം തേൻ ഇവിടെ വെച്ചു. ഓക്കെ, ദെൻ അടുത്ത് ഞാൻ വെക്കുന്നത് എന്താണ്? തേൻ വെച്ച് കഴിഞ്ഞു, വെള്ളം വെക്കുക. ഓക്കെ, എന്താണ്, ഞാൻ വെള്ളത്തിന്റെ ഒരു തുള്ളിയാണ് ഇവിടെ വെച്ചത്. ഓക്കെ, വെള്ളത്തിന്റെ തുള്ളിയും വെച്ചു. അടുത്തത് ഞാൻ വെക്കുന്നത് എന്താണ്? കുറച്ച് ഓയിലാണ് ഞാൻ വെക്കുന്നത്, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഞാൻ വെച്ചു. ഓക്കെ, അങ്ങനെ 3 ആളെ വെച്ചു ഞാൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം തേന് വെച്ചു, ഒന്നാമത്തെ ആളായിട്ട് എന്ത് വെച്ചു, 1 2 3. ഒന്നാമത്തെ ഹണി വെച്ചു, രണ്ടാമത്തെ വെള്ളം വെച്ചു, മൂന്നാമത്തെ ഒരു ഓയിൽ വെച്ചു. ഞാൻ എന്നിട്ട് ആ പലകമെന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകണം. പലകമെന്ന് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകണം താഴത്തേക്ക്. പലകം ഇങ്ങനെ എന്ത് ചെയ്തു, ചെരിച്ചു വെച്ചിട്ടുണ്ട്. ഏത് തേനാണോ അതോ വെള്ളമാണോ അതോ
ഓയിലാണോ കൂടുതലായിട്ട് പെട്ടെന്ന് ഇവിടെ എത്തുക, ഈ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തുക? ഒരു ഫിനിഷിംഗ് പോയിന്റിൽ ഈ തേനാണോ പെട്ടെന്ന് എത്തുക, അതോ വെള്ളമാണോ പെട്ടെന്ന് എത്തുക, ഈ ഓയിലാണോ പെട്ടെന്ന് എത്തുക? ആരാണ് ഒന്നാമൻ? ഒന്നാമത്തത് ആരായിരിക്കും? ഒന്നാമത്തത് ആരായിരിക്കും? വെള്ളമായിരിക്കും. രണ്ടാമത്തെ ആരാണ്? ഓയിലായിരിക്കും. മൂന്നാമത്തെ ആരാണ്? ഹണിയായിരിക്കും. അല്ലെ? ഒന്നാം പ്രൈസ് ആരാണ്? വെള്ളമായിരിക്കും. രണ്ടാം പ്രൈസ് ആരാണ്? ഓയിലായിരിക്കും. മൂന്നാം പ്രൈസ് ആരാണ്? ഹണിയായിരിക്കും. അപ്പോ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് അല്ലെ? അപ്പൊ നമ്മള് തേന് കുറച്ച് കട്ടി കൂടുതലേക്കാണ്, അതിനേക്കാളും കുറച്ച് കട്ടി കുറവാണ് ഓയിൽ, അതിനേക്കാളും വളരെ കട്ടി കുറവാണ് വെള്ളം. അല്ലെ? കൈ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അറിയില്ലേ? അപ്പൊ ഈ കട്ടി ഉണ്ടല്ലോ, ഇങ്ങനെ ഈ ഒരു കട്ടി ഉണ്ടല്ലോ, ആ കട്ടി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നോക്കാം. അപ്പൊ തേന് ഞാൻ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ കൈകാരം, ഇതേപോലെ ഉണ്ടാവുക. തേന് ഞാൻ കയ്യിലെടുത്ത് കഴിഞ്ഞാല് എന്താ സംഭവിക്കുക? ഇതേപോലെയാണ് തേന് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ. തേനില്ലേ, തേന് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ എന്താ? ഞാൻ തേൻ ഇങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അതിന് കുറേ ലെയർ ഉണ്ടാവും അല്ലെ? ഒരു തുള്ളി തേൻ എടുത്തു കഴിഞ്ഞാൽ ആ തുള്ളി തേനിലുള്ള സംഭവമാണ് ഇതൊക്കെ. ഇത് ആ തേന്റെ മുകളിലത്തെ ലെയർ ആണിത്. അതിന്റെ ഉള്ളിൽ എത്ര ഉണ്ടാവും? ഒരു ലെയർ ഉണ്ട്, ഏറ്റവും മുകളിലത്തെ, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. അപ്പൊ നമ്മൾ തള്ളവിരലും ചെറുവിരലും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേൻ ഇങ്ങനെ ഇതാക്കി വെക്കൂലേ? അപ്പൊ അതിന്റെ ഇടയിൽ എന്തുണ്ട്? കുറേ ലെയറുകൾ ഉണ്ടാവും. ഈ ലെയറുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ഈ ലെയറുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയാ? നമ്മള് വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ആ ലെയറുകൾ തമ്മിലുള്ള ഫോഴ്സിനാണെന്ന് പറയാം നമ്മള് വിസ്കസ് ഫോഴ്സ്. അല്ലെ? ഇതവിടെ നോക്കൂ, ഇവിടെ നോക്കൂ അല്ലെ? ഇതിനാണ് ഡെമോൺസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ട്. ഈ പിക്ചറിൽ ആരാണ്? അല്ലെ? തേനാണ് പതിയെ പോകുന്നത്, വെള്ളമാണ് കൂടുതൽ സ്പീഡ് പോയത് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കൂടി നല്ല കട്ടിങ്, നമ്മൾ കുഴമ്പ് രൂപത്തിൽ എന്നൊക്കെ പറയില്ലേ? ഈ കുഴമ്പ് രൂപം കൂടുന്തോറും അതിന് വിസ്കസ് ഫോഴ്സ് കൂടുക. മീൻസ് എന്താണ്? ഈ കുഴമ്പ് ഏതൊരു സാധനം, ഏതൊരു വെള്ളം എടുത്തു കഴിഞ്ഞാലും ആ വെള്ളത്തിന് എന്തുണ്ടാവും? കുറേ ലെയറുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ നോട്ട്ബുക്കിന്റെ പേജ് അടുക്കി വെക്കൂലേ? അതേപോലെ കുറേ ലെയറുകൾ ഉണ്ടാവും ഒരു തുള്ളി വെള്ളത്തിൽ. ഒരു തുള്ളി വെള്ളത്തിൽ കുറേ ലെയർ ഉണ്ടാവും. ആ ലെയറുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണെന്ന് പറയുന്നത് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ വിസ്കസ് ഫോഴ്സ് കൂടുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? ഒന്നുമില്ല, അതിന്റെ കട്ടിയില്ലേ, ആ ലിക്വിഡിന്റെ കട്ടിയില്ലേ, ഇങ്ങനെ കൂടി കൂടി വരികയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് എഴുതണം, ഞാൻ പറഞ്ഞു ഇത് എഴുതണം. അത് എഴുതി കഴിഞ്ഞിട്ട് വിസ്കസ് ഫോഴ്സ് എന്താണെന്ന് എഴുതുക. വിസ്കസ് ഫോഴ്സിന്റെ ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ പറഞ്ഞു. ഒരു വാട്ടർ പൈപ്പ്, വാട്ടർ ഫ്ലോവിങ് ത്രൂ ദ പൈപ്പ് അല്ലേ? അപ്പൊ വാട്ടർ എന്താണ്? ഇങ്ങനെ ഫ്ലോ ചെയ്യാണ് അല്ലെ? ഒരു പൈപ്പിന്റെ ഉള്ളിൽ കുറെ കറുത്ത ഹമ്പ് കാണുന്നു, ഇങ്ങനെ ആരോ. ഇതാണ് വാട്ടറിന്റെ ഓരോ ലെയർ ആണത് അല്ലെ? വാട്ടറിന്റെ ഒന്നാമത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ, മൂന്നാമത്തെ ലെയർ, നാലാമത്തെ ലെയർ, അഞ്ചാമത്തെ ലെയർ. വാട്ടർ ഇങ്ങനെ, വെള്ളം ഇങ്ങനെ പൈപ്പിലൂടെ ഒഴുകുമ്പോൾ അതിന് കുറെ ലെയർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ലെയറുകൾ തമ്മിൽ എന്തുണ്ടാവും? ഓരോ ഫോഴ്സുകൾ ഉണ്ടാവും. ആ ഫോഴ്സിനെയാണ് എന്ത് പറയാ നമ്മള്? വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ വിസ്കസിറ്റി എന്ന്, വിസ്കസ് ഫോഴ്സ് എന്ന് എഴുതുക. എന്നിട്ട് എന്ത് എഴുതുക? അപ്പോ ഈ പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, ഒരു തുള്ളി വെള്ളം എടുത്തു കഴിഞ്ഞാലും ഒരു തുള്ളി തേൻ എടുത്തു കഴിഞ്ഞാലും എന്തെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ കുറെ ലെയർ ഉണ്ടാവും. ആ ലെയറുകൾ തമ്മിലുള്ള ഫോഴ്സിനെ എന്ന് പറയുന്നത് നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ, മൂന്നാമത്തേത്, എത്ര ലെയറുകൾ ഉണ്ടാവും കേട്ടോ? ഒരുപാട് ലെയറുകൾ ഉണ്ടാവും. ആ ലെയറുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ് എന്ത്? വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിസ്കസ് ഫോഴ്സ് എന്ന് ഹെഡിങ് എഴുതുക. പിന്നെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഒരു ഫിഗർ മാത്രം വരയ്ക്കുക. ഈ ഒരു ഫിഗർ മാത്രം വരച്ചിട്ട് അതിന്റെ അടിയിൽ എഴുതുക വാട്ടർ ഫ്ലോവിങ് ത്രൂ എ പ്ലെയിൻ സർഫസ് എന്നുള്ളത്. ഓക്കെ,
ഓക്കെ, എന്നിട്ട് എന്ത് എഴുതുക? ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ there is a frictional force parallel to the layers which try to prevent the relative motion between layers. This frictional force is viscous force. ഇത് ഫുൾ ആയിട്ട് എഴുതുക. ഓക്കെ, ഇത് ഫുൾ ആയിട്ട് എഴുതുക. വിസ്കസ് ഫോഴ്സ് എന്ന് ഹെഡിങ് എഴുതുക. അപ്പൊ നമ്മൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു പൈപ്പിലൂടെ ഒഴുകാന്ന് വിചാരിച്ചോ. ഇതാണ് ആ പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളം. വെള്ളം ഇങ്ങനെ പൈപ്പിലൂടെ ഒഴുകുകയാണ്. പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളം ഇതാണ്. ഇത് ഫുൾ എന്താണ്? വെള്ളമാണ്. ഓക്കെ, ഫുൾ എന്താണ്? വെള്ളമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ആ ലെയറിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. ഇതെന്താണ്? ഫുള്ള് വെള്ളമാണ്. ഇത് ഫുൾ എന്താണ്? വെള്ളമാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഇത് ഒന്നാമത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ, 3, 4, 5, 6, 7 അങ്ങനെ കുറേ ലെയർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഓരോ ലെയറുകളും തമ്മിൽ പാരലൽ ആയിട്ടൊരു ഫോഴ്സ് ഉണ്ട്. ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഒരു അത്തരം ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? മീൻസ് ഇങ്ങനെ വിചാരിച്ചാൽ മതി. കുറെ വെള്ളം ഒഴുകുമ്പോൾ എന്തുണ്ട്? അതിന്റെ ഇടയിൽ കുറെ ലെയറുകൾ ഉണ്ട്. ആ ലെയറുകൾ തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ എന്ത് പറയുന്നത്? നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റി എന്നുള്ള ഹെഡിങ് എഴുതുക. ഹെഡിങ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തുക? വിസ്കസ് ഫോഴ്സ് എന്ന് ഹെഡിങ് എഴുതുക. ഹെഡിങ് എഴുതിയിട്ട് ഈ ചിത്രം വരയ്ക്കുക. ഈ ചിത്രം മാത്രം വരച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് എഴുതുക. ഈ ഒരു ഇതിൽ മാത്രം എഴുതുക. ഓക്കെ, എന്നിട്ട് ഈ ടേബിൾ എന്ത് ചെയ്യാം? നിങ്ങൾ ഫില്ല് ചെയ്യാം. ഗ്രേറ്റർ വിസ്കോസിറ്റി ഹണി, പിന്നെന്താണ്? ജെല്ലി. ഓക്കെ, ദെൻ ലോ വിസ്കോസിറ്റി എന്താ? ജെല്ലി ടൈപ്പ് ചെയ്ത് ജെല്ലി, ഓയില്, ടാറ്, അതുപോലെ എന്താ പറയാ, നമുക്ക് ടാറില്ലേ? ടാറ് നമ്മൾ റോഡ് മടുന്ന ടാറില്ലേ? അതും എന്താണ്? ഹൈ വിസ്കോസിറ്റി ആണ്. എന്താണ്? ഇങ്ങനെ ഒലിക്കോ? പെട്ടെന്ന് ഒലിച്ചു പോകുന്ന എന്താണ്? വിസ്കോസിറ്റി കുറവാണ്. ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ലേ? ഇങ്ങനെ നെയ്യിന്റെ ഒക്കെ പോലെ, അതൊക്കെ വിസ്കോസിറ്റി കൂടിയതാണ്. കാരണം എന്താ? അവരുടെ ലെയറുകൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്താണ്? ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് ആ കട്ടി രൂപത്തിൽ നിൽക്കുന്നത്. ഓക്കെ, ഹണി എന്താണ്? ഹണിയും കട്ടിയായിട്ടല്ലേ? ഓക്കെ, ജാം വിസ്കോസിറ്റി കൂടിയതാണ്. അതൊക്കെ നമുക്ക് ഗ്രേറ്റർ വിസ്കോസിറ്റി കൂടിയതിൽ ഹണി എഴുതാം, ജാം എഴുതാം, ഓയിൽ എഴുതാം, ടാർ എഴുതാം. ഇനി ലോവർ വിസ്കോസിറ്റി എന്താണ്? കെറോസിന്, പെട്രോള്, ഡീസല്, വാട്ടർ എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് എഴുതാം ലിക്വിഡ് ഓഫ് ഗ്രേറ്റർ വിസ്കോസിറ്റി ആ വിസ്കസ് ലിക്വിഡ്. ഗ്രേറ്റർ വിസ്കോസിറ്റിനെ വിസ്കസ് ലിക്വിഡ് എന്നും കുറഞ്ഞ വിസ്കോസിറ്റി ഉള്ളതിനെ നമ്മൾ മൊബൈൽ ലിക്വിഡ്സ് എന്നും വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. വിസ്കോസിറ്റി നമ്മൾ കൂടിയതിനെ കുറക്കാൻ നമുക്ക് സംഭവം ചെയ്യാം. എന്താ ചെയ്യാം? ഇപ്പൊ നെയ്യൊക്കെ നമുക്ക് വിസ്കോസിറ്റി കൂടിയതാണ് അല്ലെ? നെയ്യ് എന്താണ്? ഇങ്ങനെ കട്ട നെയ്യ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? വിസ്കോസിറ്റി കൂടിയതാണ് അല്ലെ? അപ്പൊ വിസ്കോസിറ്റി കുറക്കാൻ, അതിനെനിക്ക് വിസ്കോസിറ്റി കുറക്കണം. ഞാൻ എന്താ ചെയ്യാ? ആ നെയ്യ് ഒന്നുകൊണ്ട് ചൂടാക്കിയാൽ മതി. അപ്പൊ എന്താവും? അത് പെട്ടെന്ന് ഒലിച്ചു പോകൂലേ? അപ്പൊ എന്താണ് അതിനർത്ഥം? വിസ്കോസിറ്റി അവിടെ കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ എന്തൊരു വസ്തുവിനും ചൂട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി എന്ത് ചെയ്യും? ഏത് ലിക്വിഡിനും ചൂട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി എന്ത് ചെയ്യും? കുറയും. വിസ്കസ് ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അതാണ് ഇവിടെ when temperature increases the viscosity of a liquid decreases. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കറണ്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരാരെങ്കിലും കറണ്ട് പിടിച്ചു വിചാരിക്കാം. കറണ്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി കൂടും. മീൻസ് എന്താണ്? അതിന് അർത്ഥമാക്കുന്നത് എന്താണ്? രക്തം കട്ടാവുക എന്ന് പറഞ്ഞില്ലേ? രക്തം കട്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ രക്തത്തിന്റെ ഫ്ലോ എന്താണ്? കുറയല്ലേ? അതിന്റെ സ്പീഡ് കുറയല്ലേ? മീൻസ് അവിടെ എന്താണ്? വിസ്കോസിറ്റി കൂടുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ പേഴ്സൺ എന്ത് ചെയ്യും? നമ്മൾ സഡൻലി എന്തെങ്കിലും ഇങ്ങനെ മസാജ് എടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ, മസാജ് ചെയ്തെടുക്കും, ഇങ്ങനെ ചൂടാക്കുക ചെയ്യുക. അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ചൂടാക്കുകയാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ആ ചൂടാവുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ വരച്ചു കൊടുക്കൂലേ? ദേഹത്തൊക്കെ ഇങ്ങനെ കയ്യും കാലൊക്കെ പിടിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കൂലേ? കാരണം എന്താണ്? അവിടെ ഇലക്ട്രിക് ഷോക്ക് ഏറ്റത് കൊണ്ട് എന്താവും? അവിടെ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രക്തം കട്ട പിടിക്കും. രക്തം കട്ട പിടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി കൂടുകയാണ്. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ട്, ആ വിസ്കോസിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരച്ചു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിസ്കോസിറ്റി അവിടെ കുറയും. വിസ്കോസിറ്റി എന്ത് ചെയ്യും? അവിടെ കുറയും. ടെമ്പറേച്ചർ അപ്പൊ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആര് കുറയും? വിസ്കോസിറ്റി കുറയും.
അപ്പോൾ വിസ്കോസിറ്റിയിൽ എഴുതേണ്ടത് ഞാൻ പറഞ്ഞു തന്നു, അതും എഴുതുക. ഇതും ഈ ടേബിൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് ഇതും എഴുതുക. അത് എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇത് മാത്രം എഴുതുക. ഓക്കെ, അതും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ലെറ്റ്സ് അസസ് എന്നുള്ളതിൻ്റെ നിങ്ങൾ അസൈൻമെൻ്റ് ആക്കി സബ്മിറ്റ് ചെയ്യുക. 1 മുതൽ നമുക്കിവിടെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ അസൈൻമെൻ്റ് ആക്കി സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.